ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഈ ദിവസങ്ങളിൽ ധ്യാന വിഷയമാക്കുന്നത് ദൈവ കൽപ്പനകൾ പാലിച്ചാൽ ഉണ്ടാകാവുന്ന ജീവിത വിജയം, ദൈവ കൽപ്പനകൾ ലംഘിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന നഷ്ടങ്ങൾ, നാശങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാം കൽപ്പനയെക്കുറിച്ചാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രണ്ടാമത്തെ കൽപ്പന, അത് രണ്ട് വിധത്തിൽ നമുക്ക് ലംഘിക്കാൻ സാധിക്കും. ഇത് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒരു സ്ത്രീ കുർബാനയിൽ പങ്കെടുക്കാൻ പോയി. അന്ന് കൈക്കകത്താണ് കുർബാന നൽകിയത്. അവരത് സ്വീകരിച്ചു. എന്നിട്ട് അത് കൺസ്യൂം ചെയ്തില്ല, അത് ഭക്ഷിച്ചില്ല. പകരം അത് കൈവശം വെച്ചു. എന്നിട്ട് അവർ പള്ളി വിട്ടു പോയത് അവരുടെ വീട്ടിലേക്കല്ല, വേറൊരു ഭവനത്തിലേക്ക്. അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, ഇത് കണ്ടോ, കർത്താവീശോമിശിഹ എൻ്റെ കൂടെയുണ്ട്, ദിവ്യകാരുണ്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ ഒരു കാര്യം, ഈ കർത്താവിനെ കൈ പിടിച്ചുകൊണ്ട്, കർത്താവിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ ആ കാര്യം ഞാൻ ചെയ്തിട്ടുള്ളതല്ല. എന്തോ ഇവരെക്കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ടായി. ഇവർ ചെയ്യാത്തൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുറ്റാരോപണം നടത്തി. അതിൻ്റെ വിഷമം ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഇനി അത് വെച്ചുകൊണ്ടാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത്. കർത്താവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവർ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ചെയ്ത കാര്യമല്ല, ഞാൻ ആ ഒരു മേഖലയിൽ നിഷ്കളങ്കയാണ്. ഈ ആരോപണം അത് തെറ്റായിട്ടുള്ള ആരോപണമാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ സ്റ്റാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അവരുടെ ആ ഒരു സ്ഥാനം അതൊന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു കാര്യമാണ് അങ്ങനെ ദിവ്യകാരുണ്യമായിട്ട് ഈ ഭവനത്തിലേക്ക് വന്നത്. വേറൊരു സംഭവം എനിക്കറിയാം. ഒരു യുവതി അവളുടെ നീക്കങ്ങളൊക്കെ കണ്ടിട്ട് അവളുടെ അമ്മയ്ക്ക് ഒരു സംശയം തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചിട്ട് ചോദിച്ചു, സത്യം പറയുക, നിനക്ക് ആരോടെങ്കിലും ലൈനുണ്ടോ? ഉടനെ അവൾ അമ്മയുടെ തലയെ കൈവച്ച് സത്യം ചെയ്ത് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ഒരുത്തനുമായിട്ട് അവൻ്റെ കൂടെ ഓടിപ്പോയി, ഒളിച്ചോടി. ഈ ഒരാഴ്ച കൊണ്ട് വന്ന ബന്ധമൊന്നും അല്ലാതെ ഇവള് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് പോലും ശപഥപൂർവ്വം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കാര്യം, എനിക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളത്. ഇവിടെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് രണ്ടാം കൽപ്പനയുടെ ലംഘനമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം, കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. അതാണ് ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. ഇന്ന് ചിലർ സ്വന്തം നിലപാട് സ്ഥാപിക്കാൻ ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ദൈവമാണ് സത്യം, അല്ലെങ്കിൽ കർത്താവാണ് സത്യം, എൻ്റെ കുഞ്ഞുങ്ങളാണ് സത്യം, ഇങ്ങനെയെല്ലാം പറഞ്ഞ് സത്യം ചെയ്യുന്ന, ശപഥം ചെയ്യുന്ന അവസ്ഥകൾ. ഇത് ഈ രണ്ടാം കൽപ്പനയുടെ ലംഘനമാണ് എന്നുള്ളത് സഭ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2150 മുതൽ വായിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, കർത്താവിൻ്റെ നാമം ശക്തിയുള്ള നാമമാണ്. സങ്കീർത്തനം 8-1 വചനം എടുക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ നാമം ശക്തിയുള്ള നാമമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യേശുനാമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യേശുനാമം വളരെ ശക്തിയുള്ള നാമമാണ്. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ പക്കൽ ഒരു നാമമുണ്ട്, നസ്രായനായ യേശുവിൻ്റെ നാമം. ഈ നാമത്തിൽ കൽപ്പിക്കുന്നു, നീ എഴുന്നേറ്റ് നിൽക്കുക. അവനെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം, യേശുവിൻ്റെ നാമം, ഇതെല്ലാം ശക്തിയുള്ള നാമമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇക്കാര്യങ്ങൾ എടുത്തുകൊണ്ട് രണ്ടാം കൽപ്പനയുടെ ലംഘനം എങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് സഭ നമ്മെ പഠിപ്പിക്കുക. 2 രീതിയിൽ ഇതിൻ്റെ ലംഘനങ്ങൾ വരാം. ഒന്നാമത്തേതാണ് വ്യാജ ശപഥം. ഇംഗ്ലീഷിൽ പറയും ഫാൾസ് ഓത്ത്. വ്യാജ ശപഥം, വ്യാജമായിട്ട് ശപഥം ചെയ്ത് പറയുന്നത്, അത് രണ്ടാം കൽപ്പനയുടെ ലംഘനമാണെന്ന് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇതിലൂടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ ഉറപ്പിച്ചു പറയുന്ന കാര്യത്തിന് ദൈവത്തെ സാക്ഷിയാക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിന് ദൈവം സാക്ഷി. അപ്പം അവർ പറഞ്ഞ കാര്യത്തിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി ദൈവത്തെ സാക്ഷിയാക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ സത്യസന്ധതയ്ക്ക് അച്ചാരമായി ദൈവിക സത്യസന്ധത ക്ഷണിക്കുന്നു. നമുക്കറിയാലോ, ദൈവം സത്യസന്ധനാണ്. ആ ദൈവത്തിൻ്റെ സത്യസന്ധതയെ ക്ഷണിക്കുകയാണ് എൻ്റെ സത്യസന്ധതയ്ക്ക് അച്ചാരമാകാൻ വേണ്ടി. അതാണ് ഈ ഒരു പാപത്തിലൂടെ സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. നിയമാവർത്തനം 6-ാം അധ്യായം 13-ാമത്തെ വചനം എടുക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുക. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ സേവിക്കുക. മൂന്നാമത്തെ കാര്യം, അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുക. അപ്പോൾ വ്യാജമായ ശപഥം ഈ വചന സന്ദേശത്തിന് എതിരായി വരുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. വ്യാജ ശപഥം ഇവയ്ക്കെല്ലാം എതിരാണ്. സക്കറിയ 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗം വായിച്ചാൽ
ഇതുപോലെ വ്യാജ ശപഥം നടത്തിയാൽ നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന തകർച്ച വളരെ വലുതാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പാപമാണ്, രണ്ടാമത്തെ ലംഘനമാണ് ഇംഗ്ലീഷിൽ പെർജുറി എന്ന് പറയും. പെർജുറി എന്ന് പറഞ്ഞാൽ പാലിക്കാൻ ഉദ്ദേശമില്ലാതെ ശപഥപൂർവ്വം വാഗ്ദാനം നൽകുന്നത്. ചിലർ നിശ്ചയമായിട്ട് ഞാനിത് ചെയ്തിരിക്കും എന്ന് കട്ടായം പറയും. ദൈവമാണ് ഞാനിത് ചെയ്തിരിക്കും, പക്ഷെ അവർ പാലിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും ആയിരിക്കണമെന്നില്ല. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ദൈവവചനം പാലിക്കാൻ ഉദ്ദേശമില്ലാതെ വചനത്തെ സമീപിച്ചാൽ ആ വചനം നമ്മെ കൊല്ലും. അതുപോലെ തന്നെയാണ് പാലിക്കാൻ ഉദ്ദേശമില്ലാതെ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ചില വാഗ്ദാനങ്ങൾ നമ്മൾ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങളും രണ്ടാം കൽപ്പനയുടെ ലംഘനമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി ഈ കൽപ്പന മേലിൽ ലംഘിക്കാതിരിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാം. നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, നേർച്ചക്കടമുള്ളവരുണ്ട്, അവർ അത് തിരിച്ചറിഞ്ഞ് അത് നേർച്ച നിറവേറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മനുഷ്യന്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനും നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിനം അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഈശോയെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം വിജയം കാണുവാൻ അങ്ങ് വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.